ഈ തഹാവൂർ ഹുസൈൻ റാണയെ പൊക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഡോവൽ കൊച്ചിയിലേക്ക് എത്തുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻ DGP ആയിട്ടുള്ള ബെഹ്റയും ഇതിൽ നിന്നും പല ആൾക്കാരെയും കണ്ടെത്താനാവും, റാണയിൽ നിന്നും പലരിലേക്കും എത്താൻ കഴിയും, പലർക്കും പങ്കുണ്ടെന്ന രീതിയിലൊരു പ്രസ്താവനയൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ കാണുന്നു അതിനെ തന്നെയാണ്? വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് മുൻ DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിനും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞ് മൂടി വെക്കാൻ പറഞ്ഞത് ആരാണ് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ അതും അദ്ദേഹം പുറത്തു പറയേണ്ടതുണ്ട്. ആ സമയത്ത് എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞില്ല? ഈ റാണ കൊച്ചിയിലെത്തിയത് 2008 നവംബർ 16-നാണ് കൊച്ചിയിൽ ഇയാളെത്തിയത്. ഈ മുംബൈ ഭീകരാക്രമണത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇയാൾ കൊച്ചിയിലെത്തിയത്. പിന്നീട് മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് ഇയാളെ വിദേശ രാജ്യത്ത് വെച്ച് പിടിക്കുന്നത്. ആ പിടികൂടിയ സമയത്താണ് കൊച്ചിയിലെത്തിയെന്നും ഇങ്ങനെ താജ് ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞത്. പിന്നീട് അന്വേഷണ ഏജൻസികൾ ഇവിടെ കൊച്ചിയിലെത്തി അന്വേഷണം നടത്തിയപ്പോൾ സംഭവ സത്യമാണ്, ഇയാൾ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് എന്നുള്ള കാര്യം ഇപ്പോഴും അപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇയാൾ ഈ വന്നിട്ട് പോയതിനു ശേഷമാണ് കേരളത്തിൽ ഈ തീവ്രവാദത്തിന്റെ സ്ലീപ്പർ സെല്ലുകൾ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ ഒരു ഇമിഗ്രേഷൻ ഏജൻസി നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിക്രൂട്ട്മെന്റിനാണ് വന്നതെന്നുള്ള പത്രപരസ്യവുമായാണ് ഇയാൾ താജ് ഹോട്ടലിൽ എത്തുന്നത്, താമസിച്ചത്. അപ്പൊ അതിന്റെ മറവിൽ അവർ വിശ്വസിച്ചു ഇയാൾ അങ്ങനെ ആയിരിക്കും വന്നതെന്നുള്ളത്. പക്ഷെ പിന്നീട് ഇയാൾ പലരെയും കണ്ടിരുന്നു, പലരുമായി ബന്ധം പുലർത്തിയിരുന്നു. അവരാരൊക്കെയാണ് ആ ഒരു രീതിയിൽ. മാത്രമല്ല, ഈ റാണയെ ചോദ്യം ചെയ്യുന്ന മുഴുനീള ചോദ്യം ചെയ്യൽ വേളകളിലും അജിത് ഡോവൽ ഒപ്പം ഉണ്ടാകും എന്നാണ് പറയുന്നത്. മാത്രമല്ല, അജിത് ഡോവൽ നേരിട്ട് കൊച്ചിയിലെത്തി ചില കാര്യങ്ങളിൽ എന്താ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ കാര്യത്തിൽ. കാരണം ഇയാൾ അന്ന് പറഞ്ഞിട്ട് പോയ ആളുകൾ ഇപ്പോഴും എന്തെങ്കിലും ലക്ഷ്യങ്ങളുമായി ഇവിടെ പിന്തുടരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ചിച്ചാവത്നായിലാണ് ഇയാൾ ജനിച്ചത്. പട്ടാളത്തിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ആളാണ്. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അമേരിക്കയിൽ നിന്ന് നിയമ വഴിയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന പിടികിട്ടാപ്പുള്ളിയാണ് ഇയാൾ എന്ന് പറയുന്നത്. നേരത്തെ ഭാര്യയോടൊപ്പം കാനഡയിലൊക്കെയാണ് താമസിച്ചിരുന്നത്. പാകിസ്ഥാൻ നിഷേധിച്ചിട്ടുണ്ട്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 2009 ഒക്ടോബറിൽ ഹെഡ്ലിയും റാണയും ഷിക്കാഗോ വിമാനത്താവളത്തിൽ വെച്ച് FBI പിടിയിലായി. മുംബൈ ഭീകരാക്രമണ കേസിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാനായില്ലെങ്കിലും ഭീകര പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയതിന് US കോടതി റാണയെ ജയിലിലടച്ചു. 2011 ഡിസംബർ 24-നാണ് റാണയെ വിട്ടുതരണമെന്ന് NIA അമേരിക്കയോട് അഭ്യർത്ഥിച്ചത്. ഇന്ത്യയിൽ എത്തിക്കുന്നതിനെതിരെ റാണ നിയമ പോരാട്ടത്തിലായിരുന്നു. US സുപ്രീം കോടതി അപ്പീലുകൾ തള്ളിയതോടെയാണ് റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. 2023 മെയ് 18-ന് റാണയെ കൈമാറാൻ US തീരുമാനിച്ചു. ഇതിനെതിരെ US-ലെ വിവിധ ഫെഡറൽ കോടതികളിൽ റാണ നൽകിയ അപേക്ഷ തള്ളിയതോടെ കഴിഞ്ഞ നവംബർ 13-ന് റാണ സുപ്രീം കോടതിയെ സമീപിച്ചു. ഫെഡറൽ കോടതികളുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന റിട്ട് അപ്പീൽ 21-നും സുപ്രീം കോടതി തള്ളി. ഇന്ത്യക്ക് കൈമാറാൻ 2025 ജനുവരി 25-ന് US സുപ്രീം കോടതി അനുമതി നൽകി. അങ്ങനെയാണ് ഇപ്പൊ ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. അപ്പൊ ഈ ബെഹ്റ പറഞ്ഞത് റാണയിലൂടെ പല രഹസ്യങ്ങളും അറിയാൻ കഴിയും, ഇന്ത്യയിലുള്ള പലരുമായും റാണയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു വളരെ ഗൗരവതരമായ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം ഈ റാണയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റാണയിൽ നിന്ന് ലഭിക്കുന്ന മറുപടികൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് അപകട സൂചനകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഇത്തരത്തിൽ ഇവിടെ ആരെങ്കിലും സഹായം നൽകുന്നുണ്ടോ? അതോടൊപ്പം തന്നെ കേരളത്തിൽ വന്ന് താജ് ഹോട്ടലിൽ താമസിച്ചപ്പോൾ ഇത് കടൽ മാർഗം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇവർ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ പലരുമായി നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. റാണ ഇന്നൊരു വലിയ കുറ്റവാളിയാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന പലരും ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന്. വളരെ വലിയ നിയമ പോരാട്ടങ്ങളിലൂടെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ റാണയെ ഇത്തരത്തിൽ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടത്. അത് ഏറെക്കാലത്ത് ഇപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് റാണ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ത്യൻ ജയിലെന്ന് പറയുന്നത് വധശിക്ഷയ്ക്ക് തുല്യമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. കാരണം അത്രയധികം പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റാണ മനസ്സിലാക്കിയിരുന്നു. ഇന്ത്യയിൽ വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അപകടങ്ങൾ, ഇതെല്ലാം കൃത്യമായി റാണ മനസ്സിലാക്കിയിരുന്നു. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം വലിയ ക്വാളിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന് നിയമവശങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ പരിജ്ഞാനമുണ്ട്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരിലേക്ക്
അല്ലെങ്കിൽ മറ്റുള്ളവർ മറഞ്ഞിരുന്ന് റാണയ്ക്ക് സഹായം ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ ആ വിമാനം, ഇത്രയും വില കൂടിയ വിമാനത്തിൽ വലിയ സുരക്ഷയിൽ ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോൾ തിഹാർ ജയിലിലാണെങ്കിൽ പോലും ഇരുട്ടറയാണ് ഇയാൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അപകടകരമായ ഒന്ന്, അല്ലെങ്കിൽ ഏറ്റവും ഗൗരവം അർഹിക്കുന്ന ഒന്ന് ബെഹ്റ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കാരണം അതായത് പല രഹസ്യങ്ങളും റാണയിലൂടെ അറിയാനാകും എന്നുള്ളത്, അത് വളരെയധികം ഗൗരവം അർഹിക്കുന്നു. അതുമാത്രമല്ല, ഇതിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ടോ, ഇന്ത്യയിലുള്ളവർക്കുണ്ടോ? ഏറ്റവും പ്രധാനം, കേരളത്തിൽ ഇതിൻ്റെ മണ്ണുകൾ, ഇതിൻ്റെ വേരുകളുണ്ട് കേരളത്തിൽ. സ്വാഭാവികമായും ആരെങ്കിലും അതിലുണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ, അതിൻ്റെ മുൻകരുതലുകൾ, അതിനെ തടയാൻ എന്ത് ചെയ്യാൻ കഴിയും, അതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അങ്ങനെ മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഭയപ്പെടേണ്ട കാര്യം തന്നെയാണ് അല്ലേ? കാരണം ഇതിന്റെ പേരുകളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ ഇയാള് ഇപ്പൊ UP, ആഗ്ര, അഹമ്മദാബാദ് അങ്ങനെ കുറെ സ്ഥലങ്ങൾ ഇയാള് സന്ദർശിച്ചിരുന്നു. 2 പദ്ധതികളാണ്, മിക്കി മൗസും കറാച്ചി, അങ്ങനെ എന്തോ 2 പിന്നെ പദ്ധതികളാണ് ഇട്ടിരുന്നത്. ഇതിൽ ഒരെണ്ണം മാത്രമേ പ്രാവർത്തികമായുള്ളൂ, കറാച്ചി അറ്റാക്ക്. അതാണ് മുംബൈ ഭീകരാക്രമണം. മിക്കി മൗസ് എന്ന് പറയുന്നത് ഒരു ഡച്ച് പത്രത്തിൽ ഈ പിന്നെ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മിക്കി മൗസ് എന്ന് പറഞ്ഞ ഡച്ച് പത്രത്തിനെ ആക്രമിക്കാനായി ഒരു പദ്ധതി, അതെന്തോ കാര്യത്തിൽ പൊളിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരു ആക്രമണം കൃത്യമായി മുംബൈയിൽ പ്ലാൻ ചെയ്ത് നടന്നു. ഇതിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ ഒരാളുടെ സഹായമില്ലാതെ ഒരിക്കലും ഇത്തരത്തിൽ ബോട്ട് മുഖേന അജ്മൽ ഖസ്റവ് എന്ന് പറയുന്ന ഇതുവരെ ഇന്ത്യയിൽ എത്താത്ത ഒരു ഭീകരന് ഇന്ത്യയിലേക്ക് വരാനും മുംബൈ പോലുള്ള ഒരു സ്ഥലത്ത് താജ് ഹോട്ടലിലെത്തി അവിടെ ഇവർ എന്തിനാണ് താജ് ഹോട്ടൽ തിരഞ്ഞെടുത്തതെന്നൊക്കെയുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇയാൾ ഇവിടെ താമസിക്കാൻ എത്തുന്നത് താജ് ഹോട്ടലിലാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണോ എന്താണ് എന്നൊക്കെ ഉള്ളത് ഇനി ദുരൂഹമായി തുടരുകയാണ്. മാത്രമല്ല ഒരുപാട് രോഗബാധിതൻ കൂടിയാണ് ഇയാളെന്നാണ് പറയുന്നത്. 64 വയസ്സുണ്ട്. പെട്ടെന്ന് വല്ല പേടിച്ച് ഭയം അറ്റാക്കൊന്ന് തീർന്നു പോയാൽ ഇതിലെ ഒരു രഹസ്യങ്ങളും കണ്ടെത്താനും കഴിയില്ല. അടക്കമുള്ള രോഗങ്ങളുണ്ട്, ഹൃദ്രോഗമുണ്ട്, ഒരുപാട് രോഗങ്ങൾ, ആസ്മ അടക്കമുള്ള രോഗങ്ങളുണ്ട്, കോവിഡിന് ശേഷമുള്ള രോഗമുണ്ട്. അത്തരത്തിൽ എല്ലാ രോഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് തനിക്ക് ഇന്ത്യൻ ജയിലിൽ കഴിയാനാവില്ലെന്ന് പലതവണ അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, അല്ലെങ്കിൽ ഈ പാർക്കിൻസൺസ് ഒക്കെ ഉള്ള രോഗമുള്ള ആളാണ്, ചിലപ്പോൾ ഓർമ്മക്കുറവ് വരാം. അങ്ങനെയൊക്കെ വന്നാൽ സ്വാഭാവികമായും ഇതിന്റെ ബാക്കി വിവരങ്ങൾ കണ്ടെത്താൻ വലിയ പ്രയാസമായിരിക്കും. അത് മാത്രമല്ല, കേരള പോലീസിനെ പോലെ NIA-യും ചവിട്ടി നോക്കുവോ? അത് അവർ ഈ ഇരുട്ടറ എന്ന് പറയുന്നത് അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒന്നാണെന്നാണ് പറയുന്നത്. കാരണം ഒരു അറയ്ക്കുള്ളിലാണ് കഴിയേണ്ടി വരിക. ഭയങ്കരമായ ഭീകരാവസ്ഥയാണത്. ഭക്ഷണം കഴിക്കാൻ മാത്രം എങ്ങാണ്ടാണ് പുറത്തിറങ്ങാൻ പറ്റുക, അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. കസബിനെയും അങ്ങനെയാണ് പാർപ്പിച്ചത്. അത് റാണ പറഞ്ഞത് സത്യം തന്നെയാണ്. കാരണം ഇതൊരു വധശിക്ഷയാണ് ഇതിലും നല്ലത് എന്നുള്ള രീതിയിൽ. കാരണം ഒരു ഇരുട്ടറയ്ക്കകത്ത് ഫാനോ ഒന്നുമില്ലല്ലോ, ഇങ്ങനെ കിടക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ് ആ ഒരു അവസ്ഥ. അതുകൊണ്ട് ഇവരുടെ ഈ ശിക്ഷാവിധികൾ ഏത് തരത്തിലാണ് എന്നുള്ളതൊന്നും അത് സംബന്ധിച്ച് കൂടുതൽ അറിയില്ല. പക്ഷേ എന്നാലും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ കുറ്റം സമ്മതിക്കാത്തവരെ 3-4 ദിവസങ്ങളോളം ഉറങ്ങാതെ ഇരുത്തും, വലിയ ലൈറ്റുകൾ ഇട്ടിട്ട് ഉറങ്ങാതെ ഇരുത്തുകയും അതിനുശേഷം നമുക്കൊരു മനുഷ്യന് 2 ദിവസം കൂടുതൽ ഉറങ്ങാതിരിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് മുഖത്ത് ശക്തമായി വെള്ളം തെറിപ്പിക്കും. അപ്പോഴത്തേക്ക് ഭയങ്കരമായൊരു അവസ്ഥയിലേക്ക് എത്തും. ആ സമയത്ത് എന്ത് കുറ്റവും സമ്മതിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. റാണ ചെയ്തു വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല, ഇതിനപ്പുറം കിട്ടേണ്ടതാണ്. എങ്കിലും എന്താവും അവസ്ഥയെന്ന് കണ്ടറിയാം.